നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ശരീരം കഴിഞ്ഞാൽ നമ്മുടെ ഒഴിവ് സമയമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി അൻദുറു ഇലർ റജുൽ, ഞാനൊരു മനുഷ്യൻ എങ്ങനെ നോക്കിയാൽ, ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ ഫിറാസത്തുള്ള ആളാണ്. നോക്കിയാൽ മുഖലക്ഷണം കാണും, നോക്കിയാൽ മുഖം കണ്ടാൽ മഹാന് മനസ്സിലാവും ആളുടെ കഥ എന്താണെന്ന്. ഫഇദാ റഅയ്തുഹു ലൈസ ഫീ ശൈഇൻ മിൻ ശുഊനി ദുനിയ വലൽ ആഖിറഹ്, ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ ഉപകാരപ്പെടുന്ന ഒരു പണിയും ചെയ്യാതെ ഒരാളെ ഞാൻ കാണുകയാണെങ്കിൽ സഖത മിൻ ഐനി, ആ മനുഷ്യന് ഞാൻ ഒരു വിലയും കൊടുക്കുകയില്ലെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വെറുതെ ഇരിക്കുക, ഈ സമയം മനുഷ്യന്റെ ആയുസ് നഷ്ടപ്പെടുത്തി കളയരുത്. വെറുതെ ഇരുന്ന് സിനിമ കണ്ട് ഈ ക്രിക്കറ്റൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ മിനിമം അവസാനത്തെ സ്കോർ എറിഞ്ഞാൽ മതി. ആ സ്കോർ എറിഞ്ഞാൽ വിഷയം തീർന്നു. ഫുട്ബോളിന്റെ പോലെയല്ല അല്ലെ, അതൊക്കെ പിന്നെ ഗോളടിക്കണം കണ്ടവർ. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലും കൊണ്ട് അവരെ കളിക്കുന്ന ലക്ഷങ്ങൾ പൈസ ഇട്ടാനാണ് കളിക്കുന്നത്. നമ്മൾ എന്തിനാ നോക്കിക്കുന്നത്? നമുക്ക് എന്തെല്ലാം പണി ചെയ്യാനുണ്ട്. ഏതെങ്കിലും ഒരു കളിയെ പൊക്കിപ്പറയാൻ നമുക്ക് ഏത് കളിയുമാവാം. നിസ്കാരം ഖളാ ആക്കാതെ ഔറത്ത് മറച്ചിട്ട് നമ്മൾ ചെയ്യാണ്. കളി ഒരു പണിയായി കൊണ്ടുനടക്കരുത്. മനുഷ്യൻ കളിക്കണം. റവ്വിഹു ഖുലൂബക്കും, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, കുറച്ചൊക്കെ ഒരു തമാശയൊക്കെ വേണം, എപ്പോഴും സീരിയസ് അങ്ങനെ വേണ്ട, കുറച്ച് തമാശയൊക്കെ വേണം. കാരണം ഹൃദയത്തിന് മടുപ്പ് വരും. എപ്പോഴും സീരിയസ് ആണ്, ഒരു തമാശയും പറയില്ല, തമാശാലും പറഞ്ഞ ചിരിക്കൂല. അങ്ങനെ ആവണ്ട. നമ്മുടെ ശരീരത്തിന് മടുപ്പ് വരും. കുറച്ച് തമാശയാവാം, കുറച്ച് കളിയൊക്കെ ആവാം, കുഴപ്പമില്ല. ഔറത്ത് മറക്കണം, കാൽമുട്ട് കാണിക്കരുത്, നിസ്കാരം ഖളാക്കരുത്, കളിയൊരു പണിയായി കൊണ്ടടക്കും ചെയ്യരുത്. ഇത്രയുള്ള വിഷയം. പക്ഷെ നമ്മൾ സമയം കൊല്ലാൻ വേണ്ടി ഓരോരുത്തർ അങ്ങോട്ട് ഇരിക്കാൻ 3-3.5 മണിക്കൂറൊക്കെയാണ് ചില സിനിമകൾ. അങ്ങോട്ട് ഇരുന്ന് കാണുന്നതാണ്. കണ്ടിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും കാണും. പിന്നെ അതിന്റെ ഹിന്ദി വേർഷൻ ഒന്ന് കാണാം, പിന്നെ അതിന്റെ തമിഴ് ഒന്ന് കണ്ടോക്കാം, ഇത് ഇംഗ്ലീഷ് ഇറങ്ങിയാൽ അതൊന്ന് കണ്ടു നോക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിന് ആയുസ് തീർന്നില്ലേ? ദുനിയാവിൽ ഇറങ്ങിയ സിനിമ മുഴുവൻ കാണാനുണ്ടോ നമ്മൾ ആയുസ്? എത്ര വലിയ വിലപിടിപ്പുള്ള ജീവിതമാണ് നമ്മുടേത്. ഒരു ആശുപത്രി കിടക്കയിൽ ശ്വാസം മുട്ടുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ചികിത്സ കണ്ടാൽ മതി നമ്മളൊക്കെ ഒരു പ്രയാസമില്ലാതെ ശ്വസിച്ചിവിടെ ഇരിക്കണില്ലേ? അത് മാത്രം. തിന്നാൻ കിട്ടാണ്ട് കുഴപ്പമില്ല, വെള്ളം കുടിക്കാൻ കിട്ടിയില്ല കുഴപ്പമില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ലേ? എത്ര രോഗികളുണ്ട് ശ്വസിക്കാൻ പറ്റാത്തവർ. അല്ലാഹുവേ നീ അവർക്ക് ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ നീ ശിഫ